ലോകത്തെ തന്നെ അപൂർവ ജൈവ സമ്പത്തിന്റെ കേന്ദ്രമാണ് നമ്മുടെ സൈലന്റ് വാലി വനമേഖല. എന്തുകൊണ്ടാണ് സൈലന്റ് വാലിക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയതെന്ന് അറിയോ? എല്ലാ കാടുകളെയും ശബ്ദമുഖരിതമാക്കുന്ന ചീവീടുകളുടെ അസാന്നിധ്യം കൊണ്ടാണ് ഈ വനമേഖലയ്ക്ക് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. എന്നാൽ ഈ താഴ്വര അത്ര നിശബ്ദമല്ലെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗവേഷകനായ ഡോക്ടർ ധനീഷ് ഭാസ്കറും സംഘവും. സൈലന്റ് വാലി വനമേഖലയിൽ രാത്രികാലത്ത് വലിയ ശബ്ദമുണ്ടാക്കുന്ന പുൽച്ചാടികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു രാത്രി സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം പുൽച്ചാടിയാണ്. അപ്പോൾ ആ സൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത സമയത്ത് നമുക്ക് 100 വർഷം മുമ്പ് ഇവിടുന്ന് കളക്ട് ചെയ്ത സ്പെസിമെൻസുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ, ഫ്രഞ്ച് മ്യൂസിയത്തിലുള്ള സ്പെസിമെനുമായി കമ്പയർ ചെയ്തപ്പോൾ ഇതൊരു പുതിയ ജനുസ് ആണെന്ന് കണ്ടെത്തി. അങ്ങനെ സൈലന്റ് വാലി, നമ്മൾ സൈലന്റ് നിശബ്ദ താഴ്വര എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് രാത്രികളിൽ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരിനം പുൽച്ചാടിയെ കണ്ടെത്തി. അതിന് നമ്മൾ അജരട്ട സൈരന്ത്രിയൻസിസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതൊരു പുതിയ ജനുസാണ്. അതിൽ തന്നെ 3 സ്പീഷീസ് ഉണ്ട്. അതിൽ ഒരെണ്ണം സൈലന്റ് വാലിയും, ഒന്ന് ചാലക്കുടി, പിന്നെ ഒന്ന് കർണാടക. 3 ഇനം. കൂടുതൽ വിവരങ്ങൾ പറയാൻ എം കമൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. കമൽ, ഇതിപ്പോൾ സൈലന്റ് വാലി എന്ന പേര് മാറ്റേണ്ടി വരുമോ? സൈലന്റ് വാലി എന്ന പേര് തന്നെ മാറ്റേണ്ടി വരുമോ എന്നാണ് ഇനിയിപ്പോഴുള്ള പ്രശ്നം. നമ്മുടെ വയനാട് സ്വദേശിയായ ഗവേഷകൻ ധനീഷ് ഭാസ്കറും അദ്ദേഹത്തിൻ്റെ സംഘവും നടത്തിയ പഠനത്തിലാണ് സൈലന്റ് വാലിയിൽ പുതിയ തരം പുൽച്ചാടികളുടെ, ചീവീടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ചീവീടുകളുടെ ശബ്ദമില്ലാത്തത് കൊണ്ടാണ് ആ പേര് വന്നത്. സൈലന്റ് വാലി, നിശബ്ദ താഴ്വര എന്ന പേര് വരാൻ കാരണം മറ്റ് കാടുകളിലൊക്കെ ഉള്ളതുപോലെ ശബ്ദം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ രാത്രികാലത്ത് വലിയ ശബ്ദമുണ്ടാക്കുന്ന ഒരുതരം ചീവീടിനെയാണ് ഈ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അവരതിന് പേര് നൽകിയിരിക്കുന്നത് അജരറ്റ സൈരന്ത്രിയൻസിസ് എന്നാണ്. ഇത് ഒരു സ്പീഷീസ് അല്ല, ഒരു ജീനസ് ആണ്. ബയോളജിയിൽ നമ്മൾ ജീനസ് സ്പീഷീസ് എന്ന് പറയും. ഇതൊരു ജീനസ് ആണ് പുൽച്ചാടികളുടെ. അതിൽ 3 സ്പീഷീസുകളുണ്ട്. അതിലൊന്നാണ് സൈലന്റ് വാലിയിലുള്ളത്. മറ്റൊന്ന് കർണാടകയിലും മൂന്നാമത്തേത് ചാലക്കുടി വനമേഖലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCNന്റെ റെഡ് ലിസ്റ്റ് അസൈൻമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നീലഗിരി ബയോസ്ഫിയറിൽ ഒരു പഠനം നടക്കുന്നുണ്ട്. ആ പഠനത്തിന്റെ ഭാഗമായാണ് ഈ ഗവേഷക സംഘം അവിടെയൊക്കെ പരിശോധന നടത്തിയത്. അങ്ങനെയാണ് ഈ ചീവീടിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. 2022 ഈ കണ്ടെത്തൽ. അത് പിന്നീട് 100 വർഷം മുൻപുള്ള സ്പെസിമെൻസുമൊക്കെയായി, ഫ്രഞ്ച് മ്യൂസിയത്തിലെ സ്പെസിമെൻസുമൊക്കെയായി കമ്പയർ ചെയ്തൊരു പഠനം നടത്തി ഇപ്പോഴാണ് അത് പബ്ലിഷ് ചെയ്തത്. അത് അംഗീകരിച്ചു. എന്തായാലും ചീവീടുകളുടെ ശബ്ദം ഒന്നും ഇല്ലാത്തത് കൊണ്ട്, നിശബ്ദ താഴ്വര ആയതുകൊണ്ട് സൈലന്റ് വാലി എന്ന പേരൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ പഠനങ്ങൾ, ഗവേഷണങ്ങളൊക്കെ നടക്കുകയാണ്. ഇനി പേര് മാറുമോ എന്നതൊക്കെ കണ്ടു തന്നെ അറിയണം.